മുഖ്യമന്ത്രി തർക്കത്തിൽ തല പുകഞ്ഞ് ഹൈക്കമാൻഡ്. മുൻ കെപിസിസി അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു. കെ മുരളീധരനും മുല്ലപ്പള്ളിയും ഡൽഹിക്ക്. തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് ആരാകും? സിപിഎം പിബിയിൽ ചർച്ചകൾ സജീവം. കെ എൻ ബാലഗോപാലിന് സാധ്യത. പരാജയം വിലയിരുത്തി കേന്ദ്ര നേതൃത്വം. വിമതർ വഞ്ചിച്ചെന്ന് കേരള ഘടകം. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കുന്നതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ. തീരുമാനം പൊതുഗതാഗത സംവിധാനം നശിപ്പിക്കുമെന്നുടമകൾ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ബസ് ഓടിക്കേണ്ട ഗതികേടിലെത്തും. യുഡിഎഫ് പ്രഖ്യാപനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும். തമിഴ്നാട്ടിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഖജനാവ് കാലി എന്ന പ്രസ്താവനയിൽ വിജയ് സ്റ്റാലിൻ വാക്പോര്. സ്റ്റാലിനെ നേരിൽ കാണാൻ വിജയ്. ബംഗാളിൽ തൃണമൂലിൽ ഭിന്നത രൂക്ഷം. തർക്കം മുതലെടുക്കാൻ ബിജെപി. കടുത്ത തീരുമാനങ്ങളുമായി സർക്കാർ. സുവേന്ദു അധികാരിയുടെ പിഎയെ വെടിവെച്ചു കൊന്ന 4 ഷൂട്ടർമാർ പിടിയിൽ. അസമിൽ സത്യപ്രതിജ്ഞ നാളെ. ആശങ്ക ഒഴിയാതെ പശ്ചിമേഷ്യ. ഹോർമുസിലെ പരമാധികാരം അംഗീകരിക്കണമെന്ന് ഇറാൻ. യുഎസ് ഉപാധികൾ തള്ളി. സംഘർഷങ്ങൾക്കിടെ ട്രംപ് ചൈനയിലേക്ക്. ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തും.